ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ തുമ്പലാണ് കേട്ടോ. രാവിലെ അതായത് മഴയൊക്കെയാണല്ലോ, അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കര അലർജി ആയിരിക്കും. അപ്പോൾ തുമ്മലും തൊണ്ടയിൽ ഇങ്ങനെ ആകെ ചുളിച്ചിങ്ങനെ കുത്തലും ചൊറിച്ചിൽ പോലെയൊക്കെ ഉണ്ടാവുമല്ലോ, അമ്മാതിരിയാണ് എനിക്ക് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നേരത്തെ എണീറ്റിട്ടുണ്ട്. അത് തുമ്മൽ കാരണമായിട്ടോ എണീറ്റത്. അപ്പോൾ ഒരു 5 മണിക്കാണ് ഞാൻ എണീറ്റത്. അപ്പോൾ എണീറ്റ് ഇവിടെ വന്നിരിക്കുകയാണ്. കണ്ണ് ചൊറിയുന്നുണ്ട്, പിന്നെ പറഞ്ഞ പോലെ തുമ്മലും ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ എന്തായാലും ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ചിട്ട് തന്നെയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഞാനൊന്ന് എണീറ്റ് ഉഷാറാവുകയാണ് കേട്ടോ. ഇപ്പോൾ ചേട്ടനും ഉണ്ണിയാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. 5 മണി ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ തുമ്മൽ കാരണമാണ് ഇത്തിരി നേരത്തെ എണീറ്റത്. അല്ലെങ്കിൽ ഞാനും 6 മണി 7 മണിയൊക്കെ ആവട്ടെ എണീക്കാം. ഇപ്പോൾ സമയം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ സമയം ശരിക്കും കണ്ടില്ലേ, 5:21 അപ്പോൾ എന്താ പറയുക, ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, മെല്ലെ മെല്ലെ ഓരോ പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ കിച്ചണിൽ എന്തെങ്കിലും ജോലി ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിക്ക് പോവുക, ആ സമയമൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഇതേപോലെ തുമ്മലൊക്കെ വരുമ്പോണ്ടല്ലോ പണി ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം എനിക്ക് വിക്സൊക്കെ തേച്ച് ആവി പിടിച്ച് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് സെറ്റാവും കേട്ടോ. അപ്പം ഞാൻ ചായ വയ്ക്കാനായിട്ട് പോവാണ്. എനിക്കിത് ഈ ഒരു ഇടയ്ക്കൊക്കെ ആയിട്ടാണ് കേട്ടോ അലർജി കിട്ടിയത്. എനിക്ക് തോന്നുന്ന ഒരു 10ാം ക്ലാസ്സോ ആ സമയമൊക്കെ ആകുമ്പോഴാണ് എനിക്ക് അലർജിയുടെ പ്രശ്നം വന്നത്. ജനിച്ചപ്പോൾ മുതലൊന്നും എനിക്ക് അലർജിയുടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്, എൻ്റെ സ്വന്തം വീടിൻ്റെ അവിടെ പശു വളർത്തലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചാണകത്തിൻ്റെ സ്മെല്ലൊന്നും എനിക്ക് അതിന് പറ്റില്ലായിരുന്നു. ഭയങ്കര തുമ്മലൊക്കെ ആയിരുന്നു കേട്ടോ. ഡോക്ടറെ കാണിച്ചപ്പോൾ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് ചായ ആയിട്ടോ. അപ്പോൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ, ചേട്ടനും ഉണ്ണി നല്ല ഉറക്കം തന്നെയാണല്ലോ. അപ്പോൾ ഞാനിന്ന് ചായ കുടിക്കുക കേട്ടോ. ചായ ഇങ്ങനെ ചൂട് ചായ ഇങ്ങനെ കുടിക്കുമ്പോൾ ചെറുതായിട്ടൊരു തൊണ്ടയുടെ അവിടെ പൊള്ളിച്ച പോലെയൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ല ആശ്വാസം കിട്ടും കേട്ടോ. പിന്നെ മൂക്കുന്നൊക്കെ ഇങ്ങനെ വെള്ളം വരും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ചായ കുടിച്ച് മെല്ലെ മെല്ലെയൊക്കെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ. കല്യാണത്തിന് മുന്നേയൊക്കെ എൻ്റെ അമ്മ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകട്ടെ. അങ്ങനെ അലർജിയൊക്കെ വന്നു കഴിയുമ്പോൾ, അതായത് നിൽക്കാതെയുള്ള തുമ്മലൊക്കെ ആകുമ്പോൾ നമുക്ക് തല ഇളകില്ല, തലവേദനയൊക്കെ വരുമ്പോൾ പഠിക്കാൻ പോകാൻ പറ്റില്ല, ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിനാണ് അലർജിയാണ്, ഇന്ന പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ കല്യാണത്തിന് ശേഷം വല്ലപ്പോഴാണ് ഈ ഫാനിലൊക്കെ പൊടി അടിഞ്ഞു കൂടുമ്പോഴൊക്കെ ആ പൊടി നമ്മുടെ മൂക്കിക്കൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ വരാറുണ്ട് കേട്ടോ. എന്നാലും അങ്ങനെ അങ്ങോട്ട് പോവില്ല, വല്ല അലർജിയുടെ ഗുളിക എടുത്ത് കഴിക്കാറ് കേട്ടോ. അപ്പോൾ നല്ല ചൂടുചായ കുടിച്ചപ്പോൾ ഉഷാറ് കിട്ടിയിട്ട് അപ്പോൾ ഞാൻ ചോറിനുള്ളത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ കുടിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ല, നമ്മുടെ ചുമരിൽ ഇങ്ങനെ ഒരു കുത്ത് കുത്ത് കറുത്ത പാടുകളൊക്കെ വരികയാണ് കേട്ടോ. പെയിൻ്റ് അടിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ചേട്ടന് പണിക്ക് പോകാൻ ടൈമായിട്ടോ. അപ്പോൾ ബാഗൊക്കെ സെറ്റാക്കി വെച്ചു. ചേട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉണ്ണി ഇപ്പോഴും എണീറ്റിട്ടില്ല കേട്ടോ, നല്ല ഉറക്കമാണ്. വൈകുന്നേരം കുറച്ച് ലേറ്റായിട്ടൊക്കെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ രാവിലെയും ലേറ്റായിട്ടാണ് കേട്ടോ എണീക്കുക. അപ്പോൾ ചേട്ടൻ്റെ മിക്ക ദിവസങ്ങളുള്ള പരിപാടിയാണ് ഉറങ്ങി കിടക്കണം സ്വത്തൊട്ടീനെ ശല്യപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ സ്വത്തൊട്ടി അവയ്ക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് ഇങ്ങനെ പെരുമാറുമല്ലോ, അങ്ങനെ അവൻ ചെയ്യും കേട്ടോ ഉറക്കത്തിൽ. അപ്പോൾ ഇവർ രണ്ടുപേരും കീരിയും പാമ്പ് പോലെ കേട്ടോ. ഇടയ്ക്ക് നല്ല എന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചേട്ടൻ അങ്ങനെ ജോലിക്കൊക്കെ പോയി. അപ്പോൾ ഞാനിനി അടിച്ചു വരാൻ നോക്കുകയാണ് കേട്ടോ. നമ്മുടെ മുറ്റത്ത് 2-3 മാവുകളൊക്കെ ഉണ്ട്. അപ്പോൾ നാടൻ മാവ് വലിയ കുഴപ്പമൊന്നുമില്ല, അതായത് മൂവാണ്ടൻ മാവ് കേട്ടോ. അതിൽ നിന്ന് എല്ലാം അങ്ങനെ പ്രത്യേകിച്ച് കൊഴിയില്ല. പക്ഷേ നമ്മുടെ പ്ലിയൂർ മാങ്ങയുണ്ടല്ലോ, അതിൽ നിന്ന് കുറേ ഇലകൾ, അതായത് രാവിലെ കുറേ ഉണ്ടാവും, അതേപോലെ തന്നെ വൈകുന്നേരത്തും കുറേയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് ഒരു വൃത്തിയാക്കുമ്പോൾ നമ്മുടെ സ്വത്തൊട്ടി എണീറ്റു കേട്ടോ. സ്വത്തൊട്ടി മൂട് ശരിയായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ കാലൊക്കെ ചൊറിഞ്ഞു കൊടുക്കുന്നുണ്ട്, കാല് കൊതുക് കടിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ചൊറിഞ്ഞു കൊടുക്കാൻ കേട്ടോ. പിന്നാണെങ്കിൽ 2ാം ശനിയാഴ്ചയാണ്. അപ്പോൾ അത് കാരണം അങ്കൻവാടി ഒന്നും ഇല്ല കേട്ടോ. അങ്കൻവാടി ലീവായിരിക്കുമല്ലോ. അപ്പം എന്നാൽ സ്വത്തൊട്ടിയായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആവാം എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാനൊക്കെ നോക്കുക. നമ്മുടെ സ്വത്തൊട്ടിയുടെ ചെറിയ ചെറിയ കുറുമ്പ് വർത്താനങ്ങളും അതേപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് നോക്കുക. സ്വത്തൊട്ടി നല്ല ഉറക്കത്തിൽ നമ്മൾ ഉഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെ അവർക്ക് ഉറക്കം വരില്ല, അങ്ങനെ ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഉറക്കം ശരിയല്ല, മതിയായിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടിയും കടത്താൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്വത്തൊട്ടീനെ കടത്താൻ വേണ്ടി നോക്കിയപ്പോൾ സ്വത്തൊട്ടി പറഞ്ഞ അമ്മയും കിടക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പിടിച്ച് വലിച്ചിട്ട് എന്നെയും കടത്തി അവിടെ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്.
ശക്തി ശക്തിമാൻ 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 മസിലി 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 ശക്തിമാൻ. വീണ്ടും ചൊറിയുന്നു, വീണ്ടും ചൊറിയുന്നു, കാല് വീണ്ടും ചൊറിയുന്നു അല്ലേ? വീണ്ടും ചൊറിയുന്നു, വീണ്ടും ചൊറിയുന്നു. അത് വിട്ടായിരുന്ന പതപ്പെടണോ? എന്തിനു പതപ്പെടത്? എനിക്കണ്ടേ തണുക്കണ്ട? ഈ പല്ലിയൊക്കെയാണ്ട് വിരല് വായിലിടുന്ന ചെക്കൻ. അയ്യേ ഗുഡ് മോർണിംഗ്. വാവ്. എവിടെ പോണു? നീ പോണു, നീ പോണു. ആ പോയി 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 പോയി. എവിടെ പോയി? തക്കാളി സബോളി ഒച്ചമുളകാത്. പാപ്പയൊന്നുമില്ല, പാപ്പയൊന്നുമില്ല, പാപ്പയൊന്നുമില്ലല്ലോ, പാപ്പയൊന്നുമില്ലേ, പാപ്പയൊന്നുമില്ലേ, പാപ്പയൊന്നുമില്ലേ. ഇത് തലകുത്തി പറയാൻ തുടങ്ങിയേ, തലകുത്തി പറയാൻ തുടങ്ങിയേ, തലകുത്തി പറയാൻ തുടങ്ങിയേ. സ്വത്ത് വീഴും, ഒത്ത് വീഴും, ഒത്ത് വീഴും. തലകുത്തി പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഴും, ഒത്ത് വീഴും, ഒത്ത് വീഴും. സ്വത്തിൻ്റെ ബാഗ് കാണിച്ചെന്ന് നമുക്ക്, സ്വത്തിൻ്റെ ബാഗ് കാണിച്ചെന്നേ, ബാഗ് കാണിച്ചെന്ന്, ബാഗ്. അച്ഛൻ പണിക്ക് പോയി, അച്ഛൻ പണിക്ക് പോയിടാ. എൻ്റെ പാപ്പല്ല, ടീച്ചർ പാപ്പ വേറെ ഉണ്ട്, അമ്മ തരാം. മിച്ചർ പാപ്പ മേടിച്ചിട്ടില്ല അച്ഛൻ. മിച്ചർ പാപ്പ ഉണ്ട്, മിച്ചർ പാപ്പ വേണോ? മിച്ചർ എപ്പോഴാണോ? എപ്പോൾ രാവിലെ പോയിട്ട് കൂട്ടാൻ വയ്ക്കണ്ടേ നമുക്ക്? അപ്പോൾ സാധനങ്ങൾ മേടിച്ചിട്ട് ഇപ്പോൾ വന്നുള്ളൂ. സ്പൂൺ മേടിക്കല്ലേ? ചോറായോ നോക്കവാ. ചോറ് തളിച്ചോണ്ടിരിക്കണ്ട. അമ്മ അടിച്ചു വരുമ്പോഴല്ലേ സ്വത്ത് എണീറ്റേ. ചോറ് നോക്കട്ടെ, അടിച്ചു വരാനുണ്ട്. സ്വത്തിന് ചായ വയ്ക്കണം, പണികളുണ്ട്. വാ. തോത്ത് പുറത്താ ഉപ്പ് ഞാൻ കയറാന് കഴിക്കാം. കയറ്. ചാടി 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 വന്നോരോ ചോറായോ നോക്കാം നമുക്ക്. അയ്യോ ചോറിലെ വെള്ളമില്ല, വെള്ളം ഒഴിക്കട്ടെ ചോറിൽ കേട്ടാ. തൊട്ടുകൂടി ഇരിക്കേ, തൊട്ടുകൂടി. അയ്യോ എവിടെ കാണല്ലേ? ചോറിൽ വെള്ളം ഒഴിക്കട്ടെ. തൊട്ടിട്ട് ഇതാ അവിടെ ഇരിക്കണ്ട കേട്ടാ. എന്ന് എണ്ണ തേക്കുക, തലേ തേച്ചോ, കുളിക്കാം. വെറുതെ തേക്കേ, തലേ തേക്കുക. എണ്ണ കളയാൻ പാടില്ല കേട്ടാ. എണ്ണ കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ സ്വത്ത് വഴിക്ക് വീഴും കേട്ടാ. ആ ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഷോ വെള്ളം ഒഴിക്കട്ടെ അമ്മ കേട്ടാ. കുളിക്കാൻ മടിയനല്ലേ നീയേ? അയ്യോ കുളിക്കാൻ മടിയനല്ലേ നീയേ? കുളിക്കാൻ മടിയനല്ലേ? മടിയനല്ലേ? വെറുതെ തയ്ക്കേ? കുളിക്കണം. സ്വത്തുട്ടിക്ക് കുളിക്കാൻ നല്ല മടിയാ, നല്ല മടി പറഞ്ഞാൽ നല്ല മടിയാ. ഇപ്പോൾ ആദ്യം സ്വത്തുട്ടി ഉണ്ടല്ലോ, ആദ്യം സ്വത്തുട്ടി ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അതിലിങ്ങനെ ഇരിക്കും. എന്നിട്ട് സ്വത്തുട്ടി ഇങ്ങനെ കളിച്ചിരിക്കും. കുളിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു. ഇപ്പം സ്വത്തുട്ടിക്ക് കുളിക്കാൻ ഇഷ്ടമില്ല.
ഇഷ്ടാവണ്ടേ? എന്തിഷ്ടാവാത്ത? ഒന്നും വേണ്ടേ? അങ്ങനെ പറയാൻ പറ്റില്ല. കുളിക്കണം. കുളിച്ചാലല്ലേ സുന്ദരനാവുള്ളൂ. ചായ വെക്കട്ടെ കേട്ടാ. സ്വത്തിന് ചായ വെച്ചിട്ടില്ല. അമ്മയ്ക്ക് അച്ഛനും മാത്രമേ വെച്ചുള്ളൂ. സ്വത്ത് നേരം വൈകിട്ടല്ലേ എണീക്കുക? നേരത്തെ എണീക്കണേ. ആ, ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ അമ്മമ്മ വരും കേട്ടാ. അമ്മമ്മ ഡോക്ടറെ കാണിച്ചിട്ട് വേഗം വരും കേട്ടോ. ഇല്ലേ? വരില്ലേ? ഇടിച്ചു കൊല്ലുവോ? ആരെന്നെ? അമ്മമ്മ അമ്മയുടെ അമ്മയല്ലേ? അമ്മമ്മ എന്തിനാ ഇടിച്ചു കൊല്ലണ്? അപ്പം അമ്മ കരയില്ലേ? അമ്മ കരയട്ടേന്നോ? അമ്മയ്ക്ക് സങ്കടാവില്ലേ അമ്മയുടെ അമ്മേനെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ? അമ്മയ്ക്ക് സങ്കടാവില്ലേ? അപ്പൊ സ്വത്ത് സങ്കടം വരുമോ? ഒരു ചൂണ്ടതിരിങ്ങനെ പിടിച്ചാക്കട്. സ്വത്തിന് സങ്കടം വരുന്നുണ്ടാ? ആ, എനിക്ക് മനസ്സിലായി അത് വരുന്നുണ്ട്. സങ്കടം വരുന്നുണ്ടെന്ന് മനസ്സിലായി. ചായ വെക്കട്ടെ കേട്ടാ. ഓക്കെ. ആ, കുളിക്കണ കാര്യം പറഞ്ഞില്ലല്ലോ ഇപ്പോൾ. കുളിക്കാൻ സമയമുണ്ട് കേട്ടാ. പല്ല് തേച്ച് ചായ കുടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാം. അമ്മയ്ക്ക് സ്വത്തൊട്ടിയും കുളിക്കാം കേട്ടോ. അമ്മയ്ക്ക് സ്വത്തൊട്ടിക്ക് ഒരുപ്പിച്ച് കുളിക്കണ്ടേ? വെള്ളം തൂക്കി കളിക്കാം നമുക്ക് കേട്ടോ. വെള്ളം തൂക്കി കളിക്കാം. അപ്പോൾ കുളിക്കാം നമുക്ക്. വെള്ളം ഒഴിച്ച് കളിക്കാം. വേത്തിക്ക് വെള്ളം ഒഴിച്ച് കളിക്കാം കേട്ടോ. അപ്പോൾ കുളിക്കാം. അപ്പോൾ കുളിച്ചൂടെ? വെള്ളം ഒഴിച്ച് കളിക്കാം. അമ്മയുടെ ഡ്രസ്സൊക്കെ നനയ്ക്കില്ലേ വെള്ളം ഒഴിച്ച് കളിച്ചിട്ട്? ഇന്നലെ അമ്മയുടെ ഡ്രസ്സ് നനച്ചില്ലേ സ്വത്ത് വെള്ളം ഒഴിച്ച് കളിച്ചിട്ട്? അതിൻ്റെ ചായ വെക്കട്ടെ കേട്ടോ. ഓക്കെ, ചായ വെക്കണം. ആ, അത് പൈപ്പിൽ പോയിട്ട് ഇത്തിരി വെള്ളം പോയിട്ട് ചായ വെക്കാനുള്ള വെള്ളം പിടിച്ചിട്ട് വാ. മേടിച്ചിട്ട് വാ. എനിക്ക് നോക്കി പോ. നമ്മുടെ മോത്തി നോക്കല്ലേ. താഴെയൊക്കെ വെള്ളമുണ്ട്. പാത്രങ്ങളൊക്കെ മോറാനുണ്ട്. അങ്ങനെ വെക്കല്ലേ. താഴെ വെക്കല്ലേ. താഴെ അപ്പി പാത്രങ്ങളല്ലേ. അപ്പുറത്തെ പൈപ്പ്. ഇന്ന് ഷോത്തൊട്ടിയാണ് ചായ വയ്ക്കാൻ പോകുന്നത്. മതി പിന്നെ പോയി പഠിച്ചോ. ഇനി അമ്മ വയ്ക്കാം. ഗ്യാസിൽ അമ്മ വയ്ക്കാം കേട്ടോ. സ്വത്ത് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വത്ത് വയ്ക്കും അല്ലേ? സ്വത്ത് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വത്ത് വയ്ക്കും. എന്താ വയ്ക്കുക? ചായ വയ്ക്കും, ചോറ് വയ്ക്കും, കൂട്ടാൻ വയ്ക്കും, മീൻ കൂട്ടാൻ വയ്ക്കും. വയ്ക്കോ? ഓ, നല്ല കുട്ടിയാകത്ത് അല്ലേ? എങ്ങടാ പോണേ? മിഠായി എടുക്കാൻ. മിഠായി തിന്നരുത് കേട്ടോ. രാവിലെ തന്നെ മിഠായി തിന്നാൻ പാടില്ല. ഓക്കെ. പല്ലിൽ പുഴു വരും. പുഴു വന്ന് സ്വത്തിൻ്റെ പല്ല് കാണിച്ചേ. കണ്ട പല്ല് ഇങ്ങനെ ആയില്ലേ? ഇനി മിഠായി തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പല്ലൊന്നും കാണില്ല വായയിൽ. ഇനി മിഠായി മേടിച്ച് തരില്ല. അത് അങ്കൻവാടിയിൽ നിന്ന് ടീച്ചർ തന്നതല്ലേ, അമ്മ മേടിച്ച് തന്നതല്ലല്ലോ. മിഠായി ഇപ്പോൾ കഴിക്കല്ലേ. നമുക്ക് പല്ല് വയ്ക്കാം. വാ, പല്ല് വെച്ചിട്ട് നമുക്ക് കഴിക്കാം. അവിടെ എടുത്ത് വയ്ക്ക്.
ആ കൊട്ടയിൽ മേലെ എടുത്ത് വെച്ചേ. അവരെടുത്തേക്ക് സോസിൻ്റെ അവിടെ എടുത്തേക്ക്. സോസിൻ്റെ അവിടെ എടുത്തേക്ക്. പല്ല് വെച്ചിട്ട് കഴിക്കാം. ഗുഡ് ബോയ്. നമുക്ക് പല്ല് തേക്കാം അല്ലേ? പല്ല് തേച്ചിട്ട് വരാം ഗൈസ് അല്ലേ? പല്ല് തേച്ചിട്ട് വരാമെന്ന് പറ. സ്വത്ത് പല്ല് തേച്ചിട്ട് വരാമെന്ന് പറ. ആ വരാ. ഓക്കെ എടുക്കാം. ഈ പല്ല് തേച്ച് വന്നിരിക്കുകയാണ്. ഇനി സ്വത്തിട്ട് ഇതാ മിഠായി തിന്നാൻ പോവാണ്. സ്വത്തിട്ടിയുടെ ആഗ്രഹം അല്ലേ? പല്ല് തേച്ച് മുഖം തുടയ്ക്കണം അല്ലേ? അയ്യോ ചോറ് തിളച്ചു പോയി. ചോറ് തിളച്ചു പോയി പൊന്ന. അങ്ങനെ സ്വത്തുട്ടീനെ പല്ലൊക്കെ തേപ്പിച്ച് ഒരു ഭാഗത്ത് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഞാൻ ചോറായി തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് വാർത്ത് വെക്കണം. പിന്നെ ഇന്ന് കറി വയ്ക്കുന്നത് മീൻകാരൻ വന്നിട്ട് മീൻ മേടിച്ചിട്ട് വേണം കറി വയ്ക്കാൻ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് സ്വത്തുട്ടിക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞ് പപ്പടം ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് വറുത്ത് വയ്ക്കണം. പിന്നെ എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നുണ്ട് കുറേ തുണികൾ അല്ലേ? അത് സ്ഥലമൊന്നും ഇല്ലാത്ത കാരണമാണ് ഇങ്ങനെ കെട്ടിയേക്കുന്നത്. റൂമിലൊക്കെ അഴക്ക് കെട്ടിയിട്ടാണ്. നമ്മൾ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. റൂമിലൊക്കെയാണ് നമ്മൾ തോരയിടുന്നത്. അപ്പോൾ അതേ ഞാൻ ചോറ് വറുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സ്വത്തൊട്ടിക്ക് ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനുള്ള പൊടി പഞ്ചസാരയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്വത്തൊട്ടി അവിടെ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. ടി വിയിൽ ഞാൻ മറ്റേ സ്പൈഡർമാനിലെ സീരിയലാണ് സ്വത്തൊട്ടി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അത് വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കണ്ടിരുന്നോളും. ഇപ്പോൾ ഫോണിൽ ഗെയിമും കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് അവർ കളിക്കുന്നത് കാണാനൊക്കെ നല്ല രസമാണ്. പക്ഷെ കുറേ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. കുറച്ച് സമയമൊക്കെ കൊടുക്കുള്ളൂ. പിന്നെ എൻ്റെ ഈ ഫോണാണ് അവ ഉപയോഗിക്കുക കേട്ടോ. വേറെ ഫോണൊന്നുമില്ല. പിന്നെ ചേട്ടൻ വരണം, ചേട്ടൻ്റെ ഫോൺ കിട്ടാൻ. പക്ഷേ അതിൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കളിക്കാൻ പറ്റില്ല. ടച്ച് വർക്കാവാത്ത കാരണം അങ്ങനെ കളിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ ഇങ്ങോട്ട് ഗെയിമിനോട് വലിയ പ്രാന്തൊന്നുമില്ല. പിന്നെ സ്പൈഡർമാൻ്റെ സീരീസും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അമ്മയാണെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഒരു ഉച്ചയൊക്കെ ആവും അമ്മ വരാൻ. അപ്പോൾ അമ്മ വരുമ്പോഴേക്കും പണികളൊക്കെ ചെയ്ത് തീർക്കാമെന്നൊക്കെ വിചാരിക്കണേ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നല്ല കാലാവസ്ഥയാണ്, നല്ല വെയിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ തുണികളൊക്കെ പുറത്തേക്ക് ഇടണം. കുറച്ച് അത്യാവശ്യം നല്ല പരിപാടികളും പണികളൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന്. പിന്നെ വർക്കുണ്ട്. വർക്ക് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ കാരണം നഴ്സറിക്ക് പോകുന്നില്ലല്ലോ. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് ഇരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് ഇരിക്കുക. ഉണ്ണീനെ അങ്കൻവാടി കൊണ്ടാക്കി അവന്ന് സെറ്റാവണ വരെ എനിക്ക് അവിടെ ഉച്ച വരെ ഇരിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചോറ് ഇതാ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ചായയും തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓഫാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് തലേ ദിവസത്തെ കുറച്ച് സാമ്പാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ചൂടാക്കി വെക്കണം. അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടികൾ എന്നൊക്കെ പറയാൻ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. രാവിലത്തെ ചെറിയ പണികളൊക്കെ ചെയ്ത് ഇങ്ങനെ അവസാനിച്ച് വരുന്നേ ഉള്ളൂ. പിന്നെ അടുക്കളയൊക്കെ അലങ്കോലായി കിടക്കുകയാണ്. ദോഷമുള്ള കാരണം ആകെ ഒരു മൂഡ് ഓഫായിട്ടിരിക്കുക അല്ലേ? അപ്പോൾ സ്വത്തട്ടി എണീറ്റ് ഞങ്ങൾ ഉഷാറായിരിക്കും അല്ലേ? സ്വത്തട്ടി എണീറ്റ് കഴിഞ്ഞ് ഉഷാറാവും അല്ലേ? ലാ 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 പറഞ്ഞ് കളിച്ചിട്ട് സ്വത്തട്ടി വലിച്ചു കൊടുക്കുന്നുണ്ടാ. നമ്മുടെ അസുഖങ്ങളൊക്കെ പമ്പ് കിടക്കും ഗൈസ്. മുറ്റം ഒരു സൈഡ് മാത്രം അടിച്ചിട്ടുള്ളൂ കേട്ടോ. അയ്യോ പൊന്നു വീഴല്ലേ എനിക്ക്. ടി വി ബോൾ വെച്ച് തരാം. മുറ്റം ഒരു സൈഡ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. ഈ മറ്റേ സൈഡും കൂടി അടിക്കണം കേട്ടോ. അടിക്കാനുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു സൈഡ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സൈഡും കൂടി അടിക്കാനുണ്ട്. അടിച്ച് വരിയിട്ടില്ല ഗൈസ്, വയ്യ ഗൈസ്. എന്തിനാ അടിക്കണത് വെറുതെ? എന്തിനാ അമ്മേനെ അടിക്കണത് വെറുതെ? എന്തിനാ അടിക്കണ്? ടി വി ബോൾ വെച്ച് കൊടുക്കാത്തന്നെ അടിക്കുന്നു കുട്ടി. അയ്യോ അല്ല വലിച്ചു കൊണ്ടുപോകുന്നേ. പോരാ പോരാ. ഡോക്ടറെടുത്ത് കൊണ്ടുപോയി സൂചി വയ്ക്കും അല്ലേ? സ്വത്തുട്ടിക്ക് ടി വി വെച്ച് കൊടുക്കട്ടെ. സ്വത്തുട്ടി ടി വി വെക്കണം എന്നാണ് പറയുന്നത്. അത് സ്വത്തുട്ടി നമ്മളെ ശീലിപ്പിച്ച കാര്യമാണ് കേട്ടോ. സ്വത്തുട്ടീനെ ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്വത്തുട്ടിക്ക് നമ്മൾ രാവിലെ അതേപോലെ എനിക്ക് അത് കുഴപ്പമില്ല, സാരില്ല. പള്ളിയിലൊക്കെ മൊത്തം ഓട്ടയല്ലേ, മൊത്തം ഓട്ടയല്ല പള്ളിയിൽ. പിന്നെ എങ്ങനെയാ ഓട്ടയിൽ വിട്ടായിരിക്കാതിരിക്കുക. സാരില്ല ഇട്ടേ ബ്രഷ് എടുത്ത് തേച്ചാൽ മതി. അപ്പം പോവും. ബ്രഷ് എടുത്ത് തേച്ചാൽ പോവും. ഇവിടെ വെച്ചേക്കണം അമ്മ. സ്വത്തിൻ്റെ ബ്രഷ് ഇവിടെ വെച്ചേക്കാം. ഇതൊക്കെ ബ്രഷുകൾ ഇരിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. നമ്മുടെ സ്വത്തുട്ടിയുടെ ബ്രഷാണ്. സ്വത്തുട്ടിയുടെ ബ്രഷ്
അത് ടങ് ക്ലീനർ. ആ സ്വത്തിൻ്റെ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാ. അല്ലെങ്കിൽ സ്വത്തിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ മാറിപ്പോയില്ലേ, അത് കാരണം ഇങ്ങനെ വെച്ചതാ. പോയിട്ട് ബാത്റൂമിൽ പോയിട്ട് ഒന്ന് കേക്ക്. കമാൺ. പോയോ കേഴുക്. ഇവിടെ കുളിക്കേ ചെയ്യുന്നത്? കുൽക്കുഴി വായ കഴുക്. പൈപ്പൊന്നും നിർത്തണില്ലേ? പൈപ്പൊക്കെ നിർത്തണം വായ കഴുകിയിട്ട്. ഗുഡ് ബോയ്. കാലി കഴുകായിരുന്നില്ലേ? കാലി കഴുകണില്ലേ? നോക്കും തുടച്ചു. ഇതെങ്ങോട്ടാ പോണ്? ഇതെങ്ങോട്ടാ പോണു? ഓ ടി വി വെച്ചുതരാം. ടി വി വെച്ചുതരാം. ഓക്കെ, ഇവിടെ നോക്ക്. ടി വി വെക്കണോ? എന്താ എഴുത്താ? എന്തൊരു പേര്? സ്വത്തിന് ശരിക്കുള്ള പേരെന്താ? പ്രണവ്. ഗുഡ് ബോയ്. അപ്പോൾ അങ്ങനെ സ്വത്തട്ടിക്ക് ടി വി ഒക്കെ വെച്ച് കൊടുത്തോട്ടോ. ടി വി വെച്ച് കൊടുത്തപ്പോൾ ഞാൻ പിന്നെ ചൂടാറാൻ വേണ്ടിയിട്ട് ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചായ കുടി അങ്ങനെ അങ്ങോട്ട് ഞാൻ ശീലിപ്പിക്കാറൊന്നും ഇല്ല കേട്ടോ. പിന്നെ അവനങ്ങനെ ചായ കുടിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ചെറുതായിട്ടൊരു ചൂടുവെള്ളം രാവിലെ കുടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ അങ്ങനെ ചായ ഞാനങ്ങനെ കുറച്ച് തന്നെ കൊടുക്കാറുള്ളൂ കേട്ടോ. അത് കാരണം അവന് വലിയ താല്പര്യമൊന്നുമില്ല, രാവിലെ തന്നെ ചായ കിട്ടണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ പാലാണെങ്കിൽ ഇപ്പോൾ കൊടുക്കണമെന്നില്ല കേട്ടോ. കഫക്കെട്ടൊക്കെ ഉള്ള കാരണം പാല് കൊടുക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം പാലൊന്നും ഇപ്പോൾ കൊടുക്കണമെന്നില്ല. പിന്നെ സ്വത്തട്ടി ഭയങ്കര വെയിറ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ അത് കാരണം സ്വത്തട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ന്യൂട്രിയൻസും വിറ്റാമിൻസും ഒക്കെ ഉള്ള സാധനങ്ങൾ കൊടുക്കണം. അപ്പോൾ പാലെന്തായാലും മേടിക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല പാലാണെങ്കിൽ പറഞ്ഞ പോലെ വീട്ടിൽ തറവാട്ടിൽ അമ്മ പശുവൊക്കെ ഉണ്ട് കേട്ടോ. പശു കൊണ്ടുവരാനും നമുക്ക് മേടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം ചെറിയൊരു പ്രശ്നം. പിന്നെ നമ്മൾ വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്ന ആൾക്കാരൊന്നും ഇല്ല. ഒക്കെ പാലിൽ വെള്ളം ചേർത്തി തരുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അത് കാരണം നമുക്ക് വിശ്വസിച്ചിട്ടൊന്നും മേടിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് സൊസൈറ്റി പോയി വാങ്ങിക്കാം. പിന്നെ അതിനും പോകാനൊന്നും ടൈമും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ പാക്കറ്റ് പാൽ അങ്ങനെ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയ്ക്ക് വന്നു. സ്വത്തോട്ടിക്ക് ടി വി വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അടുക്കള കുറച്ച് ഇത്തിരി അലങ്കോലമായിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണല്ലോ. അമ്മ വരുമ്പോഴേക്കും പണികളൊക്കെ ചെയ്ത് വയ്ക്കണമെന്നാണ്, അല്ലെങ്കിൽ അമ്മയ്ക്ക് പണി കിട്ടും. കാരണം എനിക്ക് വർക്കിന് ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം പണികളൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അത് ചോളക ഉണ്ടായിരുന്നു. അപ്പോൾ ചോളക ഞാൻ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വത്തട്ടിക്ക് ഇതേ ചായ കൊടുത്തത് ഗ്ലാസ്സിൽ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഇതേ വേണ്ട പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. സ്വത്തട്ടി ഭയങ്കര ആലോചനയിലും കളിയിലൊക്കെയാണ്. പിന്നെ സ്വത്തട്ടി ചെറിയൊരു മരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. വയറ് ശോധനയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ആയുർവേദ മരുന്നാണ് കേട്ടോ. അപ്പോൾ അത് കൊടുക്കുകയാണ്. ഭയങ്കര കയ്പ്പുള്ളൊരു മരുന്ന് കേട്ടോ അത്. അപ്പോൾ അത് കാരണം ചായ അവൻ കൈപ്പിടിച്ചൊക്കെയാണ് ഇത് കഴിച്ചിടുന്നത് തന്നെ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മരുന്ന് കഴിക്കാനൊന്നും അങ്ങനെ വലിയ മടിയൊന്നും കാണിക്കാത്തൊരു കുട്ടിയാണ് കേട്ടോ എൻ്റെ സ്വത്തട്ടി. അപ്പോൾ മരുന്നൊക്കെ നന്നായിട്ടൊക്കെ കഴിക്കും. അപ്പോൾ ഇനി വേണ്ടാന്ന് പറയാണ് കേട്ടോ, മതി എന്ന് പറയുകയാണ്. മരുന്ന് കഴിക്കാൻ അങ്ങനെ ചെറുപ്പം മുതൽ ഈ ഒരു ടൈം വരെ ആയാലും സ്വത്തട്ടി മരുന്ന് കഴിക്കാൻ അങ്ങനെ മടിയൊന്നും കാണിക്കാറില്ല കേട്ടോ. ഒരിടയ്ക്ക് കുഞ്ഞ് ചെറുപ്പത്തിൽ ഒരു വട്ടം ഇതേപോലെ ഛർദ്ദിക്കാനും അങ്ങനെയൊക്കെ ഒരു ഫസ്റ്റ് ടൈം കൊടുത്തപ്പോഴേ തോന്നുന്നു. പിന്നെ അതിനുശേഷം ആൾക്ക് മരുന്ന് ആ മധുരമൊക്കെ ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയിട്ടാ. അപ്പോൾ സ്വത്തട്ടി ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതേ സ്വത്തട്ടിക്ക് വേണ്ടിയിട്ട് പപ്പടം ഞാൻ ചുട്ട് വെച്ചിട്ടുണ്ട്. കുഞ്ഞ് പപ്പടമാണ് കേട്ടോ. അത് എത്ര 20 രൂപ 25 രൂപയ്ക്ക് കിട്ടുന്ന ചെറിയൊരു കെട്ടാണ്. അപ്പോൾ നല്ല എന്താ പറയുക, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോളക അടുപ്പത്തുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. മിച്ചറും ഉണ്ട്, ചായയും കൂട്ടി കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ചായ കുടിക്കാനിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്വത്തട്ടി സ്പൈഡർമാൻ്റെ ഷൂ ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇടാൻ വേണ്ടി നോക്കുകയാണ്. ഞങ്ങളുടെ ഫാമിലി പ്രോഗ്രാമിന് പോകുമ്പോൾ മേടിച്ചതാണ് കേട്ടോ ഈ ഒരു ഷൂ. പക്ഷെ അത് ആ സമയത്ത് കറക്റ്റ് ഫില്ലും ടൈറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ലൂസാവുമെന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത്. സ്വത്തിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തിരുന്നു
കേട്ടോ ആ ഷൂവ്. അപ്പോൾ അത് കാരണമാണ് അത് മേടിച്ചത്. പിന്നെ അത് കാലിൻ്റെ ബാക്ക് സൈഡൊക്കെ ഭയങ്കര പെയിൻ വരുന്ന പോലെയും അങ്ങനെയൊക്കെ ആയി. അപ്പോൾ അത് കാരണം അത് അവിടെ വെച്ചേക്കാണ്. അപ്പോൾ അവനും പറയുകയാണ് അത് ചെറുതാണ് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ ഒരെണ്ണം മേടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനപ്പെടുത്തിയിരിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതേ സ്വത്തൊട്ടിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കഞ്ഞിയാണ് കൊടുക്കുന്നത്. ആൾക്ക് വയറിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്ക് വിശപ്പും തോന്നണമെന്നില്ല. അപ്പോൾ അത് കാരണം ഡോക്ടറെ കാണിച്ചിട്ട് മരുന്നൊക്കെ മേടിച്ചത് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് കഞ്ഞിയും പപ്പടം ഉണ്ടല്ലോ, അപ്പോൾ അത് കൂട്ടിയിട്ടാണ് കൊടുക്കണേ. മീൻകാരനാണെങ്കിൽ വന്നിട്ടില്ല. മീൻകാരൻ 9 മണി 9:30 ആവും വരാം കേട്ടോ. അപ്പോൾ മീനൊന്നും ഇല്ല. അപ്പോൾ സ്വത്തട്ടിക്ക് പപ്പടം കൂട്ടിയിട്ടാണ് കൊടുക്കണത്. രാവിലെ എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പം ദോശയോ അങ്ങനെ ഇഡ്ഡലിയൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ സ്വത്തട്ടിയാണെങ്കിൽ അത് ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എടുക്കലെന്ന് പറയുമ്പോൾ ആളവിടെ കടത്തിൽ നിന്ന് ക്യാമറയിൽ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ചെറുതായിട്ട് ചെറിയൊക്കെ വിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സ്വത്തൊട്ടിക്ക് ചോറ് കൊടുക്കാൻ കുറച്ച് പണിയൊക്കെ തന്നെയാണ് കേട്ടോ. ഭയങ്കര മടിയാണ് സ്വത്തൊട്ടിക്ക് ചോറ് കഴിക്കാൻ. സ്വത്തിട്ട് ഉറങ്ങണ പോലെയൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഈ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെമ്പല്ലിയായിരുന്നു. അപ്പോൾ നേരാക്കി പകുതിയും കേട് വന്ന ചെമ്പല്ലിയായിരുന്നു കേട്ടോ. പരമാവധി ഒക്കെ പറ്റാവുന്നതൊക്കെ നേരാക്കിയിട്ട് ഞാൻ വെച്ച് മസാല പറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. തൊട്ടിയിൽ ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് മഴ വന്നത്. മഴയാണെങ്കിൽ നല്ല മഴയാണ്. പുറത്താണെങ്കിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് ഈ മഴ വന്നത് തന്നെ അറിയണില്ല. കാരണം രാവിലെ നല്ല വെയിലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടു ഇടിവാള് പിന്നലും ഇടിയുടെ ഒച്ചയൊക്കെ കേൾക്കുന്നു. പട്ടേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഇത് പെട്ടെന്നായിരുന്നു മഴ കേട്ടോ. വർക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, കറണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അതേ സ്വത്തൊട്ടിനെ ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് കുളിപ്പിക്കുന്ന സമയത്താട്ടോ മഴ പെയ്തത്. അപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ സ്വത്തൊട്ടി കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ കുളിച്ചില്ല കേട്ടോ. സ്വത്തൊട്ടി തലയിൽ എണ്ണ തേച്ചിട്ട് ഇരിക്കായിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം സ്വത്തൊട്ടിനെ വേഗം കുളിപ്പിച്ചു. സ്വത്തൊട്ടിയുടെ കൺമശിയൊക്കെ കാണിച്ചെടുക്കാനാ. സ്വത്തൊട്ടി കുളിച്ച് സുന്ദരക്കുട്ടപ്പനായിട്ടുണ്ട് കേട്ടാ. കറണ്ടൊന്നും ഇല്ല, അത് കാരണം ഫ്ലാഷ് അടിക്കണ കാരണം സ്വത്തൊട്ടിയുടെ കാലിനൊക്കെ അടഞ്ഞു പോയിട്ട് സ്വത്തൊട്ടി സന്തോഷമായിട്ട് തുള്ളിച്ചാടണ്ട് കേട്ടാ. ഇടി വെട്ടുന്ന സമയത്ത് പേടിയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേടിയാട്ടാ. സ്വത്തൊട്ടി ഇതൊക്കെ കളിക്കണം എന്നൊക്കെ പറയാണ്. അമ്മ ചെരുപ്പിടണം. ഞാൻ ചെരുപ്പിട്ടിട്ടില്ല. അപ്പം എൻ്റെ അടുത്ത് ചെരുപ്പിടാനാട്ടോ പറയണത്. കാരണം ഞാൻ പറയും അകത്ത് ചെരുപ്പിടാൻ പറയേ. അപ്പം അത് കാരണം അവന് ചെരുപ്പിട്ടാ നടക്കണത്. അപ്പം എൻ്റെ അടുത്ത് ചെരുപ്പിടാൻ പറയാന്ന് കേട്ടാ. അപ്പം ഞങ്ങൾ കളിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ചാറിച്ച് നിന്നിട്ടുണ്ട് കേട്ടോ. നല്ല മഴയായിരുന്നു ഉണ്ടായിരുന്നത്. നോക്കിയേ, വെള്ളമൊക്കെ ഉണ്ടോ. ഇച്ചിരി നേരത്തുള്ള മഴയ്ക്ക് തന്നെ കുറച്ചധികം വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അത് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന വെള്ളമാട്ടാ ഞങ്ങളുടെ ഗേറ്റിൻ്റെ അടിയാണ് പോണത്. പിന്നെ ഞങ്ങളുടെ അവിടെ നിന്നുള്ള ചെറിയൊരു ഉറവും കാര്യങ്ങളുണ്ട്. അവിടെ നിന്നും വെള്ളം പോകണ്ട കേട്ടാ. എന്താ ചെയ്യണേ? അതിലേക്ക് വെള്ളം ചീറ്റിയിട്ട് വെള്ളം നിറയ്ക്കാനാ? നല്ല ഐഡിയ. ഓ എന്താന്ന് കടിക്കല്ലേ? ബലൂണ് പൊട്ടും. അപ്പോൾ സ്വത്തൊട്ടി വാട്ടർ ഗണ്ണ് ഉപയോഗിച്ചിട്ട് ബലൂണിലേക്ക് വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക ആള്. അല്ലേ സ്വത്തേ? അല്ലേ സ്വത്തേ ആണ്. സ്വത്തൊട്ടിക്ക് ആരെ പൊട്ടിട്ടെന്ന് അമ്മ തിരികെ ആരെഴുതി തന്ന് അമ്മ. ഇതാരുടെ കുപ്പായത്? നല്ല ഭംഗിയുണ്ടല്ലോ. ഇതാരുടെ കുപ്പായത്? സ്വത്ത് കുപ്പായം ആ സ്പൈഡർമാൻ്റെ ആണല്ലോ. ആര് മേടിച്ചെന്നാ കുട്ടിക്ക്? ആര് മേടിച്ചെന്നതാ? അമ്മ. അയ്യോ എൻ്റെ ബോധിക്കാക്കല്ലേ. കള്ളിപ്പെണ്ണ്. എൻ്റെ സുന്ദരനൊക്കെ ദേ സ്വത്തൊട്ടിയാണ് കേട്ടാ. എൻ്റെ ആകെയുള്ള മുതലാണിത്. കുറുമ്പനാണ്, പാവാണ്, എല്ലാമാണ്. സ്വത്തൊട്ടി അംഗൻവാടിയിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് 2-3 ദിവസമായിട്ടാ. വലിയ കുഴപ്പമൊന്നും ഇല്ല, എന്നാലും കുറച്ചൊക്കെ സെറ്റ് ആവാണ്ട്. ഇല്ല സ്വത്തൊട്ടിക്ക് കൂട്ടുകാരൊക്കെ കിട്ടിയില്ല? അംഗൻവാടി പോയപ്പോ കൂട്ടുകാരെ കിട്ടിയില്ല? പിന്നെ കളിച്ചു. ടീച്ചർ ഇഷ്ടായാ? ടീച്ചർ ഇഷ്ടായില്ലേ? കുറേ കഴിഞ്ഞ് ഇഷ്ടാവും കേട്ടാ. അപ്പോൾ നമ്മുടെ സ്വത്തൊട്ടി ബലൂൺ
എന്നിട്ട് ചെയ്യണം. അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പൊന്നുവിന് പിന്നെ വീർപ്പിക്കാനും പറ്റില്ല കേട്ടാ. ആ വെള്ളം നിറയ്ക്കാൻ മനസ്സിലായി. അതങ്ങനെ വായ കൊണ്ടൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അതിൽ കയറില്ല. സുത്തിന് ബലൂണ് തന്നെ വീർപ്പിക്കാൻ പറ്റില്ല. നല്ല ഐഡിയ, ഗുഡ് ഐഡിയ. ഇന്ന് മുഴുവൻ ഇരുന്നിട്ട് സ്വത്തുട്ടി അത് വീർപ്പിക്കേണ്ടി വരും. എന്നാലും അറിയാ കേട്ടോ. ആ ഇനി വെള്ളമുണ്ട്. ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ അത് വീർപ്പിക്കാൻ പറ്റും. ആ ചെറിയ ഗണ്ണിൽ കുറച്ച് വെള്ളമല്ലേ ഉണ്ടാവുള്ളൂ. ആ വെള്ളം വെല്ലുവിളിയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചാ വീർക്കുള്ളൂ. തോനെ വെള്ളാക്കിയാലല്ലേ വലുതാവുക. അപ്പൊ പൊട്ടും. അപ്പൊ ടേ പറഞ്ഞ് പൊട്ടും നിലത്തിട്ട് കഴിഞ്ഞ. വലിയ ബലൂണ് മേടിക്കണം. മേത്ത് വെള്ളായി. ഭൂതത്തിന്റെ മേത്തേക്ക് എറിയാലോ നമുക്ക്. ഓക്കെ അമ്മ കൂട്ടാൻ വയ്ക്കാൻ പോട്ടെ. ഓക്കെ. പിന്നെ പ്ലാസ്റ്റിക്കുകാരൻ പോകണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ആഴ്ചയിൽ വരുന്ന ഒരു ചേട്ടനാണ്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഈ 2 സാധനം ഒന്ന് മേടിച്ചു കേട്ടോ. ഒരു കപ്പും മേടിച്ചു, പിന്നെ ഒരു ബക്കറ്റും മേടിച്ചു കേട്ടോ. നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സംഭവങ്ങൾ ആ ചേട്ടൻ്റെ അടുത്ത് കേട്ടോ. അപ്പോൾ 2 മേടിച്ചു. പിന്നെ സ്വത്തുട്ടിയുടെ കയ്യിൽ നിന്നിട്ടാ സ്വത്തുട്ടിക്ക് PP ഇടാൻ പറഞ്ഞു. PP മേടിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ നാരങ്ങ വീണതുണ്ടല്ലോ, അതും ഒരെണ്ണം മേടിച്ചു. തോക്ക് അച്ഛൻ മേടിച്ചു കൊടുന്നല്ലേ ഇന്നലെ. PP മേടിച്ചു. ഓക്കെ ഒക്കെ മേടിച്ചു. കറണ്ട് വന്നിട്ടില്ല കേട്ടോ. കറണ്ട് വന്നിട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അല്ല എത്രയാ ഇനി നാളെ വീഡിയോ എടുക്കാം അല്ലേ? ഇത്ര വീഡിയോ മതിയില്ലേ? പിന്നെ ഞാനും പൊന്നുട്ടിയും സ്വത്തോട്ടിയും അമ്മയും സ്വത്തോട്ടി സെറ്റാണ്. നീല കുപ്പായല്ലേ പിന്നെ? നീല പച്ച ചോപ്പ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയുടെ ഇത് ചോപ്പ്. കറുപ്പ്, നമ്മുടെ പാൻറ് കറുപ്പ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് കാണുക ലോത്തെ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന് പറഞ്ഞേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്വത്തുട്ടിനെ എന്ന് പറഞ്ഞേ. അതന്നെ. ബൈ പറഞ്ഞേ. ബൈ. അപ്പം എല്ലാവർക്കും ചാ.